രാജ്യം 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് ഇന്ന് 53ാം പിറന്നാൾ. ജില്ല രൂപീകൃതമായി 53 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ യുവത്വത്തിന്റെ സൗന്ദര്യത്തിലും ചുറുചുറുക്കിലുമാണ് ഇടുക്കി. 1972 ജനുവരി 24 പുറപ്പെടുവിച്ച സർക്കാർ വിജ്ഞാപനമനുസരിച്ച് 1972 ജനുവരി 26 ഇടുക്കി ജില്ല നിലവിൽ വന്നു. മലയിടുക്ക് എന്ന അർത്ഥമുള്ള ഇടുക്ക് എന്ന വാക്കിൽ നിന്നാണ് ഇടുക്കി എന്ന പേര് ജില്ലയ്ക്ക് വന്നത്. ആദ്യം ഇടുക്കി എന്ന ഔദ്യോഗിക രേഖകളിൽ രേഖപ്പെടുത്തിയിരുന്നത് തിരുത്തി ഇടുക്കി എന്നാക്കി മാറ്റി റവന്യൂ വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത് 1973 ജനുവരി 11 കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്ന ഉടുമ്പൻചോല, പീരുമേട് താലൂക്കുകളും എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്ന തൊടുപുഴ താലൂക്കും ദേവികുളം താലൂക്കും ചേർന്നാണ് ഇടുക്കി ജില്ല രൂപം കൊണ്ടത്. 1982 പമ്പാവാലി ഭാഗങ്ങളും പീരുമേട് താലൂക്കിലെ മ്ലാപ്പാറ വില്ലേജിലെ ശബരിമല സന്നിധാനവും ചുറ്റുമുള്ള ഭാഗങ്ങളും പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുത്തി. ആദ്യകാലത്ത് ഭക്ഷ്യവിളകളാണ് കൂടുതലായി കൃഷി ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് കുരുമുളക്, ഏലം, തേയില, കാപ്പി, ജാതി, തെങ്ങ്, റബ്ബർ തുടങ്ങിയ സമ്മിശ്ര കൃഷിയാൽ സമൃദ്ധമാണ് ഇന്നിടുക്കി. സംസ്ഥാനത്ത് വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന ഏക ജില്ലയെന്ന ഖ്യാതിയും ഭൗമസൂചിക പദവി ലഭിച്ച മറയൂർ ശർക്കരയും ഇടുക്കിയുടെ സവിശേഷതകളാണ്. ലോകത്തിലെ രണ്ടാമത്തേതും ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ളതുമായ ഇടുക്കി ആർച്ച് ഡാം, മൂന്നാർ, തേക്കടി, വാഗമൺ വരയാടുകളുടെ സംരക്ഷിത കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം, നിലയ്ക്കാതെ വീശുന്ന കാറ്റും തമിഴ്നാടിന്റെ ദൃശ്യഭംഗിയും ആസ്വദിക്കാവുന്ന രാമക്കൽമേട്, പാഞ്ചാലിമേട്, ആനയിറങ്കൽ, മാട്ടുപ്പെട്ടി, തൂവൽ, തൂവാനം, കുത്തുങ്കൽ വെള്ളച്ചാട്ടങ്ങൾ, അരുവിക്കുഴി തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടേറെ ടൂറിസം കേന്ദ്രങ്ങളാണ് ഇടുക്കിയിലുള്ളത്. വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തും മികച്ച പുരോഗതിയാണ് ജില്ല കൈവരിച്ചത്. തൊടുപുഴ, കട്ടപ്പന എന്നീ വിദ്യാഭ്യാസ ജില്ലകളിലായി 478 സ്കൂളുകൾ ജില്ലയിലുണ്ട്. 2018 2019 അപ്രതീക്ഷിത പ്രളയവും പിന്നീടെത്തിയ കോവിഡും ജില്ലയുടെ വികസന ചക്രം പിറകോട്ട് തിരിക്കാൻ പോകുന്നതായിരുന്നുവെങ്കിലും റീബിൽഡ് കേരള പദ്ധതിയും കാരിരുമ്പിന്റെ കരുത്തുള്ള കർഷക മനസ്സിന്റെ അതിജീവന പോരാട്ടവുമെല്ലാം ഇടുക്കിയുടെ കുതിപ്പിന് കോട്ടം തട്ടാതെ മുന്നോട്ട് നയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.